ഹരിപ്പാട്ടെ ഒരു നൊമ്പര കാഴ്ചയിലേക്ക് പ്രേക്ഷകർ ഞാൻ കൂട്ടിക്കൊണ്ടുപോകുന്നു. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് സ്കൂൾ തുറക്കുന്നതിന് മുമ്പാണ് മരിച്ച 3ാം ക്ലാസ്സിന് വേണ്ടി അവൻ ഏറ്റവും ഇഷ്ടപ്പെട്ട സ്പൈഡർമാൻ്റെ കുപ്പായവും ബാഗും ടിഫിൻ ബോക്സും വാങ്ങി പിതാവ് വെച്ചു. കഴിഞ്ഞ വ്യാഴാഴ്ചയാണ് മുല്ലക്കര LP സ്കൂളിലെ 3ാം ക്ലാസ് വിദ്യാർത്ഥി ദേവനാരായണൻ പേവിഷബാധയേറ്റ് മരിച്ചത്. സഹോദരിയുടെ സഹപാഠി രക്ഷിക്കാൻ ശ്രമിക്കുന്നതിനിടെയാണ് ദേവനാരായണന് പേവിഷബാധയേറ്റത്. ഗ്രാമം മുഴുവൻ ഇപ്പോൾ തേങ്ങുകയാണ്. മനീഷ് മഹിബാൽ ഈ വീട്ടിലുണ്ട്. മനീഷ് നമുക്കിപ്പം തത്സമയം ചേരുന്നു. വളരെ സങ്കടകരമായൊരു കാര്യമാണല്ലോ. കുട്ടികളെല്ലാം തുള്ളിക്കളിച്ച് സ്കൂളിലെത്തിയ ഈ നിമിഷം ഈ മകൻ എന്നേക്കുമായി കടന്നുപോയി എന്നറിയുന്ന പിതാവിന് സങ്കടം താങ്ങാൻ കഴിയില്ല എന്ന് നമുക്കറിയാം. വിവരം SK, ഞാൻ നിലവിൽ ആ വീട്ടിലാണ് നിൽക്കുന്നത്. ഹരിപ്പാട് പള്ളിപ്പാടുള്ള ആ വീട്ടിലാണ് നിൽക്കുന്നത്. ഇന്ന് എല്ലാവരും സ്കൂളിലേക്ക് വളരെ സന്തോഷത്തിൽ പോകുമ്പോൾ ഇവിടെ ദേവനാരായണനും ഇന്ന് ഈ വീട്ടിൽ നിന്നും സ്പൈഡർമാൻ്റെ ഉടുപ്പും ബാഗും ഒക്കെ ഇട്ട് ഇന്ന് സ്കൂളിലേക്ക് പോകേണ്ട ദിവസമായിരുന്നു. അത്തരത്തിലൊരു ആഗ്രഹം ദേവനാരായണൻ അച്ഛനോട് പറഞ്ഞിരുന്നു. പക്ഷേ ആ സമയത്ത് അച്ഛൻ അത് വാങ്ങിച്ചു കൊടുക്കാനൊന്നും പറ്റിയില്ല. അത് ആശുപത്രിയിലായിരുന്നു. അപ്പോൾ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയവേ ഗുരുതരാവസ്ഥയിലായപ്പോൾ അച്ഛൻ പറഞ്ഞു, നമുക്ക് വീട്ടിൽ വന്നിട്ട് ഈ ഇഷ്ടപ്പെട്ട സ്പൈഡർമാൻ്റെ കുപ്പായവും ഈ സ്റ്റിക്കർ പതിച്ച ബാഗും അതുപോലെ തന്നെ ഇതുപോലെയുള്ള ബോക്സും ഒക്കെ തന്നെ ദേവനാരായണൻ ഒത്തിരി ഇഷ്ടമായിരുന്നു. ഇതൊക്കെ തന്നെ വാങ്ങിച്ചു തരാമെന്ന് അച്ഛൻ പറഞ്ഞു. അതിന് മുൻപ് തന്നെ അനിയത്തി ദേവനന്ദയ്ക്കൊപ്പം വാങ്ങാൻ പോയിരുന്നെങ്കിലും സൈസ് അതിന് പറ്റുന്ന കുപ്പായത്തിൻ്റെ സൈസ് ഒത്തിരുന്നില്ല. അതുകൊണ്ട് ദേവനന്ദയുടെ കുപ്പായം വാങ്ങിച്ചപ്പോൾ ദേവനാരായണൻ്റെ വാങ്ങിക്കാൻ പറ്റിയില്ല. പക്ഷേ പിന്നീട് ആ കുപ്പായം വാങ്ങിച്ച് കൊടുക്കാൻ പറ്റിയില്ല. അതിന് മുൻപ് തന്നെ ദേവനാരായണൻ പോയി. അച്ഛൻ വിദേശത്തുള്ള സമയത്ത് തന്നെ, അതായത് ദേവനാരായണൻ്റെ അച്ഛൻ ദീപു വിദേശത്താണ്. ആ സമയത്ത് വിദേശത്തിരിക്കുമ്പോൾ തന്നെ അച്ഛനോട് പറഞ്ഞിരുന്നു, എനിക്ക് സ്പൈഡർമാൻ്റെ കുപ്പായം വേണമെന്ന്. അങ്ങനെ അച്ഛന് പക്ഷേ ഈ മകൻ അസുഖമായി എത്തുന്നത് കൊണ്ട് ആ ധൃതിയിൽ അത് വാങ്ങിച്ചു കൊണ്ടുവരാനും പറ്റിയില്ല. നിലവിൽ ഇത് വാങ്ങിച്ചത് ഇന്നലെയാണ് അല്ലേ? ഇന്നലെ അല്ല, മെനിങ്ങാന്ന്. അപ്പം മോന് പോകാൻ നേരത്ത്, അതായത് അവൻ്റെ സമയത്ത് അത് ഇട്ട് കൊടുക്കണമെന്ന് ഞാൻ എല്ലാവരോടും ആവശ്യപ്പെട്ടിരുന്നു. അന്നേരം അത് രാവിലെ തന്നെ ചെയ്യണമെന്ന് പറഞ്ഞതുകൊണ്ടും അത് നമ്മുടെ ആചാരപ്രകാരം എന്താ പറയുക, രാഹുകാലത്തിന് മുമ്പ് അത് ചെയ്യേണ്ടതുകൊണ്ടും പിന്നെ ഇങ്ങനത്തെ ഒരു അവസ്ഥയായതുകൊണ്ട് അത് തുറന്നതിന് ശേഷം അധിക നേരം വെക്കാൻ പറ്റാത്തതുകൊണ്ടും അന്നേരം അത് ചെയ്യാൻ പറ്റിയില്ല. അപ്പം ഞാൻ മോന് ഉറപ്പ് കൊടുത്തിരുന്നു, മോൻ്റെ അസ്ഥിയൊക്കെ കൊണ്ടുപോകുന്ന സമയമാകുമ്പോഴത്തേക്കും അച്ഛനത് വാങ്ങിക്കൊണ്ട് തരാമെന്ന്. അങ്ങനെയാണ് ഞാനും എൻ്റെ മോളൂടെ പോയി അത് വാങ്ങിക്കൊണ്ടുവന്നു. വാങ്ങിയെല്ലാം വെച്ചിട്ടുണ്ട്. ഇന്ന് സ്കൂള് തുറന്ന് അവൻ്റെ വണ്ടി മാത്രം ഇതുവഴി വന്നില്ല. ഇവിടെ വന്ന് വണ്ടിയിൽ ഓട്ടോയിൽ വന്നായിരുന്നു അവനെ കൊണ്ടുപോയിക്കൊണ്ടിരുന്നത്. ഞാനും മോളോട് ഇപ്പോൾ മോളൊരുങ്ങി നിൽക്കുകയാണ് സ്കൂളിലോട്ടൊന്ന് പോകാൻ. കൂട്ടുകാരുടെ കൂടെ അവൻ്റെ ആത്മാവെങ്കിലും അങ്ങോട്ട് വന്നിട്ടുണ്ടാകുമല്ലോ, അവൻ്റെ ക്ലാസ്സിലങ്ങോട്ട് അവൻ്റെ കൂട്ടുകാരുടെ കൂടെ എന്നുള്ളൊരു പ്രതീക്ഷയിൽ ഞാനും മോളോട് അങ്ങോട്ട് പോകാൻ വേണ്ടിയിട്ട് മോളെ ഒരുക്കിക്കൊണ്ട് നിൽക്കുകയായിരുന്നു. ഇതൊക്കെയാണ് എൻ്റെ കുഞ്ഞിന് വേണ്ടിയിട്ട് ഞാൻ സ്കൂളിൽ പോകാൻ വേണ്ടിയിട്ട് മേടിച്ച് വെച്ച സാധനങ്ങൾ. ബാക്കി എല്ലാ കുഞ്ഞുങ്ങളും പോയി, എൻ്റെ കുഞ്ഞ് മാത്രം പോയിട്ടില്ല. ഈ അച്ഛൻ്റെ വേദനയെപ്പറ്റി എങ്ങനെയാണ് പറയേണ്ടതെന്ന് അറിയില്ല. ഈ ബാഗ് മനീഷ് മഹിബാലാണ് വിവരങ്ങൾ നൽകിയത്. സ്കൂൾ തുറക്കുന്നതിന് മുമ്പേ ദേവനാരായണൻ കടന്നുപോയി. അവന് പേവിഷബാധ ഏറ്റിരുന്നു. അവന് വേണ്ട കുപ്പായവും ബാഗും ടിഫിൻ ബോക്സും എല്ലാം ആ പിതാവ് വാങ്ങി വെച്ചിരുന്നു. മുല്ലക്കര LP സ്കൂളിലെ 3ാം ക്ലാസ്സിലേക്കായിരുന്നു ദേവനാരായണൻ കടന്നു ചെല്ലേണ്ടത്. ദേവനാരായണൻ്റെ വാഹനം മാത്രം വന്നില്ല, മറ്റുള്ളവരെല്ലാം സ്കൂളിലേക്ക് പോയി കഴിഞ്ഞു എന്ന് ആ പിതാവ് പറയുന്ന വേദന നമുക്ക് മനസ്സിലാകുന്നു. എല്ലാ കുട്ടികളും ആർത്തുല്ലസിച്ച് ചിരിച്ച് ഇന്ന് സ്കൂളിലെത്തി കഴിയുമ്പോൾ ദേവനാരായണൻ വലിയൊരു വേദനയുടെ ഓർമ്മയായി ഇദ്ദേഹത്തിൻ്റെ മനസ്സിൽ. മനീഷ് മഹിബാലാണ് വിവരങ്ങൾ സമ്മാനിച്ചത്. വിധി ദിനത്തിൽ 24 മാജിക് ജൂൺ 4 ചൊവ്വാഴ്ച രാവിലെ 5 മണി മുതൽ 24-ൽ.